ഹലോ അസ്സാം വലൈക്കും, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഞാൻ ഇന്നിവിടെ തയ്യാറാക്കാൻ പോകുന്നത് ചെമ്മീൻ കറിയാണ്. എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അതിനായി 1/2 കിലോ ചെമ്മീനാണ് എടുത്തിട്ടുള്ളത്. നന്നായി കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. 1.5 കപ്പ് ചിരകിയ തേങ്ങ എടുത്തിട്ടുണ്ട്. ചെറുതായി അരിഞ്ഞെടുത്തിട്ടുള്ള 1/4 കപ്പ് കത്തിരിക്കയും 1/4 കപ്പ് വെള്ളരിക്കയും എടുത്തിട്ടുണ്ട്. 10-12 ചെറിയുള്ളി ചെറുതായി അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഒരു വലിയ തക്കാളി ചെറുതായി അരിഞ്ഞെടുത്തിട്ടുണ്ട്. തൊണ്ടൻ മുളക് ഒരെണ്ണം ചെറുതായി അരിഞ്ഞെടുത്തിട്ടുള്ളതും കുറച്ച് കറിവേപ്പിലയും എടുത്തിട്ടുണ്ട്. ഒരു പാൻ സ്റ്റൗവിലേക്ക് വെച്ച ശേഷം അതിലേക്ക് 2 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അതിലേക്ക് തേങ്ങ ഇട്ട ശേഷം നന്നായിട്ടൊന്ന് വറുത്തെടുക്കാം. അതിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കുറച്ച് കറിവേപ്പിലയും ഇട്ട് കൊടുക്കുന്നുണ്ട്. മീഡിയം ഫ്ലെയിമിലേക്ക് മാറ്റിയ ശേഷം നല്ലപോലെ വറുത്തെടുക്കുക. നന്നായി വറുത്തെടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് 1/4 ടീസ്പൂൺ മുളക് പൊടിയും 1 ടീസ്പൂൺ മല്ലിപ്പൊടിയും 1/4 ടീസ്പൂൺ കുരുമുളക് പൊടിയും ചേർത്ത് കൊടുക്കാം. ലോ ഫ്ലെയിമിലേക്ക് മാറ്റിയ ശേഷം ഒരു 2 മിനിറ്റ് കൂടി വറുത്തെടുക്കാം. വറുത്തെടുത്തിട്ടുണ്ട്. ഫ്ലെയിം ഓഫ് ചെയ്ത ശേഷം മിക്സിയുടെ ജാറിലേക്ക് മാറ്റി കൊടുക്കാം. അതിലേക്ക് 1 കപ്പ് വെള്ളം കൂടി ചേർത്ത് കൊടുത്ത ശേഷം നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. നല്ലപോലെ അരച്ചെടുത്തിട്ടുണ്ട്. മൺചട്ടിയിലാണ് കറി ഉണ്ടാക്കുന്നത്. ചട്ടി ചൂടായി വരുമ്പോൾ അതിലേക്ക് 2 ടീസ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. അതിലേക്ക് 1/4 ടീസ്പൂൺ കടുകാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. അത് പൊട്ടി വരുമ്പോൾ അതിലേക്ക് 1/4 ടീസ്പൂൺ ഉലുവ കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. കടുകൊക്കെ നന്നായി പൊട്ടി വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് ചെറിയുള്ളിയാണ് ചേർത്ത് കൊടുക്കുന്നത്. ചെറുതായി ഒന്ന് വഴറ്റി കൊടുക്കാം. വഴറ്റി എടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം. ചെറുതായി ഇളക്കി കൊടുത്ത ശേഷം അതിലേക്ക് ചെമ്മീൻ ഇട്ട് കൊടുക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യുക. മിക്സ് ചെയ്ത് കൊടുത്ത ശേഷം അതിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ ഉപ്പാണ് ചേർത്ത് കൊടുക്കുന്നത്. അതിലേക്ക് അരിഞ്ഞു വെച്ചേക്കുന്ന മുളക്, കത്തിരിക്ക, വെള്ളരിക്ക എന്നിവ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ചെറുതായി അരിഞ്ഞെടുത്തിട്ടുള്ള തക്കാളിയാണ്. എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി അതിലേക്ക് അരച്ചു വെച്ചേക്കുന്ന തേങ്ങയുടെ പേസ്റ്റ് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം ആ ജാറിൽ തന്നെ 2 കപ്പ് വെള്ളം ചേർത്ത് അതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഇനി അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് പുളിയാണ്. 1 പീസ് കുടംപുളിയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇനി മൂടി വെച്ച് വേവിച്ചെടുക്കാം. നന്നായിട്ട് തിളച്ച് വരുമ്പോൾ മീഡിയം ഫ്ലെയിമിലേക്ക് മാറ്റി കൊടുക്കുക. നന്നായി വറ്റി വരുന്നത് വരെ കുക്ക് ചെയ്തെടുക്കാം. വറുത്തരച്ച ചെമ്മീൻ കറി റെഡിയായിട്ടുണ്ട്. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അതിനോടൊപ്പം വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. താങ്ക് യു.